സർവാഭരണ വിഭൂഷിതമായ വൈക്കത്തപ്പന്റെ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ വൈക്കത്തഷ്ടമി നാളിൽ എത്തിയത് ഭക്തജന സഹസ്രങ്ങൾ. 11ാം ഉത്സവനാളിന്റെ വിളക്കിനെഴുന്നള്ളിപ്പ് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ട നിരയായിരുന്നു 4 ഗോപുരനടകളിലും അനുഭവപ്പെട്ടത്. ഇന്നു പുലർച്ചെ 3:30 തന്ത്രി കിഴക്കിനടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി, ഭദ്രകാളി, മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നട തുറന്ന് ഉഷപൂജ, എതിർത്ത പൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ വേദമന്ത്രോച്ചാരണവും പഞ്ചാക്ഷരി മന്ത്രവും ക്ഷേത്രനഗരിയിൽ മുഴങ്ങി. വൈക്കത്തപ്പ അഭയം തരണമെന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്കു കാണുവാൻ തൊഴുകൈകളോടെ ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കുഭാഗത്തുള്ള ആൽത്തറയിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി പുണ്യദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം കൊണ്ടാടുന്നത്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ സന്നിധിയിൽ അഷ്ടമി ദിനത്തിൽ 121 പറ അരിയുടെ പ്രാതലും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. അഷ്ടമി ദിനത്തിലെ ഭക്തജനത്തിലെ കണക്കിലെടുത്ത് സുഗമമായ ദർശനത്തിനായി പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് പ്രത്യേകം സുരക്ഷാ സംവിധാനം ഒരുക്കി ബാരിക്കേഡുകൾ കെട്ടി അതുവഴി ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. അഷ്ടമിയുടെ പ്രധാന ചടങ്ങായ അഷ്ടമി വിളക്ക് ഇന്ന് രാത്രി 10 നടക്കും. ദേശത്തെ 7 ദേവീദേവന്മാർ എഴുന്നള്ളുന്നതാണ് അഷ്ടമി വിളക്ക്. തുടർന്ന് ദുഃഖഭാരത്തോടെ ഭഗവാന്റെ ശ്രീകോവിലേക്കുള്ള മടക്കം സൂചിപ്പിക്കുന്ന വിടപറയൽ ചടങ്ങ് നടക്കും. പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ ദുഃഖകണ്ഠാരം എന്ന ദുഃഖരാഗത്തിലുള്ള നാദസ്വരം ഭക്തരെ ഏവരെയും വേദനയിലാക്കും. പിതൃപുത്ര ബന്ധത്തിന്റെ ആഴവും വിടപറയലിന്റെ വേദനയും ഏറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രം വിടുന്നതോടെ 12 ദിനരാത്രങ്ങളിലായി കൊടിമരച്ചുവട്ടിൽ ജ്വലിച്ചു നിന്ന കെടാവിളക്കിന്റെ തിരുനാളം താഴും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.